വരൂ കൂട്ടുകാരെ, ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം. മനവും കരവും കൈകോർക്കുമ്പോൾ മണ്ണിൽ സ്വർഗം വിളയുന്നു. ഇവിടെ മണ്ണിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കുന്നത് കൃഷിയെ കുറിച്ചാണ്. അധ്വാനിക്കാനുള്ള മനസ്സും കൈക്കരുത്തുമുണ്ടെങ്കിൽ മണ്ണിൽ കൃഷി ചെയ്ത് ഈ ഭൂമിയിൽ ഒരു സ്വർഗം തീർക്കാമെന്നാണ് ഈ വരികളുടെ അർത്ഥം. ഇനി നമുക്ക് ഒരു ഗദ്യ കവിത പരിചയപ്പെടാം. പ്രശസ്ത എഴുത്തുകാരൻ സെബാസ്റ്റ്യൻ എഴുതിയ കൃഷിക്കാരൻ എന്ന കൃതിയിലെ ഭാഗമാണ് കൃഷി എന്ന ഈ ഗദ്യ കവിത. ഉള്ളം കയ്യിൽ നെൽകൃഷി ചെയ്യുന്ന ഒരാളുണ്ടത്രേ. 106 വയസ്സ്. 80 തോന്നിക്കൂ. ആരോഗ്യ ദൃഢഗാത്രൻ. 3 ഏക്കർ നിലമുണ്ടായിരുന്നത്രേ. കുറെ കടം കൊണ്ടുപോയി. ബാക്കി റോഡ് വികസനം വിഴുങ്ങി. പുലരും മുമ്പുണരുന്നു. നിവർത്തിയ കൈവെള്ളയിൽ കലപ്പ ഇറക്കുന്നു. ഒഴുകുന്നു, വിതയ്ക്കുന്നു, വളമിടുന്നു, ഞാറുകൾ പറിച്ചു നടുന്നു, വെള്ളം തേവുന്നു. കൊക്കും മെരണ്ടയും തവളയും അതിൽ നിറയുന്നു. വെയിൽ ചായുമ്പോൾ വിളഞ്ഞു കിടക്കുന്ന പാടശേഖരം ഒറ്റയ്ക്ക് കൊയ്യുന്നു. മെതിയും മറ്റും സന്ധ്യയ്ക്കാണ്. രാത്രിയിൽ അയാൾ സ്വന്തം കയ്യിൽ വിളയിച്ചെടുത്ത പൊന്നെല്ലരിയുടെ കഞ്ഞി ആ കയ്യാൽ തന്നെ കോരി കുടിക്കുന്നു. ഒരിക്കൽ അയാളെ ചെന്നു കണ്ടു. രാത്രി കഞ്ഞിക്കുടി കഴിഞ്ഞ് അയാൾ ഉറങ്ങാൻ ഒരുങ്ങുന്നു. മങ്ങിയ വെളിച്ചത്തിൽ ആ ഉള്ളം കൈ, കൊയ്ത്തു കഴിഞ്ഞ വിശാലമായ പാടശേഖരങ്ങൾ, ചില കൊറ്റികൾ, തവളയുടെ കരച്ചിൽ. കൂട്ടുകാർ കവിത വായിച്ചല്ലോ. ഇനി നമുക്ക് കവിതയുടെ അർത്ഥം നോക്കാം. 106 വയസ്സുണ്ടെങ്കിലും 80 വയസ്സ് തോന്നിക്കുന്ന ആരോഗ്യമുള്ള ഒരു വൃദ്ധനാണ് ഇതിലെ കഥാപാത്രം. അദ്ദേഹത്തിന് പണ്ട് 3 ഏക്കർ കൃഷിഭൂമി ഉണ്ടായിരുന്നു. അതിൽ കുറച്ചു ഭാഗം കടം തീർക്കാനും ബാക്കി റോഡ് വികസനത്തിനുമായി നഷ്ടപ്പെട്ടു. മണ്ണ് നഷ്ടപ്പെട്ടെങ്കിലും തന്റെ ഉള്ളംകൈ വിടർത്തി പിടിച്ച് അതിൽ അദ്ദേഹം മനസ്സുകൊണ്ട് വൻതോതിൽ നെൽകൃഷി ചെയ്യുന്നു. സൂര്യൻ ഉദിക്കും മുൻപ് എഴുന്നേറ്റ് അദ്ദേഹം തന്റെ ഉള്ളം കൈയിൽ പ്രതീകാത്മകമായി കാർഷിക പ്രവൃത്തികൾ ആരംഭിക്കുന്നു. ഉഴുകുക, വിതയ്ക്കുക, വളമിടുക, ഞാറു നടുക, വെള്ളം തേവുക, കൊയ്യുക എന്നിങ്ങനെ കൃഷിയുടെ എല്ലാ ഘട്ടങ്ങളും അദ്ദേഹം തന്റെ ഈ ഉള്ളം കൈയിലെ വയലിൽ നടത്തുന്നു. സന്ധ്യയാകുമ്പോൾ താൻ തന്നെ വിളയിച്ചെടുത്ത നെല്ലിന്റെ കഞ്ഞി കുടിച്ച് അദ്ദേഹം സംതൃപ്തിയടയുന്നു. ഉറങ്ങാൻ നേരത്ത് തന്റെ ഉള്ളം കൈയിലേക്ക് നോക്കുമ്പോൾ കൊയ്ത്തു കഴിഞ്ഞ വിശാലമായ പാടങ്ങളും കൊറ്റികളും തവളകളുടെ കരച്ചിലുമെല്ലാം അദ്ദേഹം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. കർഷകന് മണ്ണ് വെറും ഒരു വസ്തുവല്ല, മറിച്ച് അയാളുടെ ജീവശ്വാസമാണെന്ന് കവിത അടിവരയിടുന്നു. വികസനത്തിന്റെ പേരിൽ കൃഷിഭൂമികൾ ഇല്ലാതാക്കുന്നത് കർഷകനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ഈ കവിത കാണിച്ചു തരുന്നു. യഥാർത്ഥത്തിൽ മണ്ണ് നഷ്ടപ്പെട്ടാലും തന്റെ ഉള്ളംകൈയിലെങ്കിലും കൃഷി നിലനിർത്താൻ ശ്രമിക്കുന്ന കർഷകൻ അതിജീവനത്തിന്റെ പ്രതീകമാണ്. കൂട്ടുകാർക്ക് കവിതയുടെ ആശയം മനസ്സിലായോ? ഇനി നമുക്ക് ഇതിലെ പ്രവർത്തനങ്ങൾ എഴുതാം. കണ്ടെത്തി പറയുക. കൃഷിഭൂമി നഷ്ടപ്പെട്ടതിന്റെ എന്തെല്ലാം സൂചനകളാണ് കവിതയിൽ നിന്ന് ലഭിക്കുന്നത്? കവിതയുടെ ആദ്യ ഭാഗത്തു തന്നെ ഇതിലെ കർഷകന് 3 ഏക്കർ നിലമുണ്ടായിരുന്നുവെന്നും എന്നാൽ അത് കടവും റോഡ് വികസനവും കാരണം നഷ്ടമായെന്നും വ്യക്തമായി പറയുന്നുണ്ട്. മാത്രമല്ല ആ കർഷകൻ തന്റെ ഉള്ളം കൈയിലാണ് ഇപ്പോൾ പ്രതീകാത്മകമായി കൃഷി ചെയ്യുന്നതെന്നും കവിതയിൽ പറയുന്നുണ്ട്. ഇതെല്ലാമാണ് കൃഷിഭൂമി നഷ്ടപ്പെട്ടതിനെ കുറിച്ച് കവിതയിൽ പറയുന്ന സൂചനകൾ. അടുത്തതായി കവിതയിൽ സൂചിപ്പിക്കുന്ന കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ നോക്കാം. ഒഴുകുക, വിതയ്ക്കുക, വളമിടുക, ഞാറു പറിച്ചു നടുക, വെള്ളം തേവുക, കൊയ്യുക, മെതിക്കുക ഇവയെല്ലാമാണ് കവിതയിൽ സൂചിപ്പിക്കുന്ന കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൃഷിഭൂമി നഷ്ടപ്പെടുന്ന കർഷകന്റെ ദൈന്യതയും സ്വപ്നവുമാണ് കവിത പങ്കുവെക്കുന്നത്. ചർച്ച ചെയ്ത് സ്വാഭിപ്രായം വ്യക്തമാക്കുക.
കയ്യിലുണ്ടായിരുന്ന 3 ഏക്കർ മണ്ണ് നഷ്ടപ്പെട്ട് ഉള്ളംകൈയിൽ മാത്രം കൃഷി സ്വപ്നം കാണേണ്ടി വരുന്ന കർഷകന്റെ നിസ്സഹായ അവസ്ഥയും സങ്കടവുമാണ് കവിത കാണിക്കുന്നത്. മണ്ണ് നഷ്ടപ്പെട്ടെങ്കിലും തന്റെ ഉള്ളം കൈയിൽ പഴയ കൃഷിക്കാലത്തെ അദ്ദേഹം പുനഃസൃഷ്ടിക്കുന്നു. പുലരും മുമ്പ് ഉണർന്ന് പ്രതീകാത്മകമായി കർഷകൻ കയ്യിൽ കൃഷി ചെയ്യുകയും രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ വരെ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ചെയ്യുന്നു. ഇത് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു കർഷകന്റെ അതിശക്തമായ സ്വപ്നമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃഷിഭൂമി നഷ്ടപ്പെടുന്ന കർഷകന്റെ ദൈന്യതയും സ്വപ്നവുമാണ് കവിത പങ്കുവെക്കുന്നതെന്ന് നിസ്സംശയം പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ചേറ്റിക്കുത്തിയ കൈ ചോറ്റിക്കുത്ത. ഈ ചൊല്ലിന്റെ പൊരുളെന്ത്? വയലിലെ ചേറിലിറങ്ങി പണിയെടുക്കുന്ന കൈകൾക്ക് മാത്രമേ ചോറുണ്ണാനുള്ള അർഹതയുണ്ടാവുകയുള്ളൂ എന്നാണ് ഈ ചൊല്ലിന്റെ ലളിതമായ അർത്ഥം. അതായത് അധ്വാനിച്ചാൽ മാത്രമേ അതിന്റെ ഫലം അനുഭവിക്കാൻ സാധിക്കൂ എന്ന് ഈ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനി കൃഷിയുമായി ബന്ധപ്പെട്ട കൂടുതൽ പഴഞ്ചൊല്ലുകൾ, ശൈലികൾ, കടങ്കഥകൾ എന്നിവ ശേഖരിച്ച് പതിപ്പ് തയ്യാറാക്കുക. കൃഷി പതിപ്പിന്റെ ഫ്രണ്ട് പേജാണ് നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത്. അതിനായി ഇതുപോലെ പച്ച നിറത്തിൽ മാർജിൻ വരയ്ക്കുക. ഇനി നമുക്ക് പതിപ്പ് കൂടുതൽ ആകർഷണീയമാക്കാൻ ഇതുപോലെ ഇലയുടെ ഡിസൈൻ വരച്ചു നൽകാം. അടുത്തതായി കൃഷിപ്പതിപ്പ് എന്ന് ഇതുപോലെ എഴുതുക. നമ്മൾ ഈ കൃഷിപ്പതിപ്പിന് പേര് നൽകിയത് മണ്ണിന്റെ ഭാഷ എന്നാണ്. അത് എഴുതിയതിനു ശേഷം ചുവടെ നിങ്ങളുടെ പേര്, ക്ലാസ്, റോൾ നമ്പർ എന്നിവ എഴുതുക. ഫ്രണ്ട് പേജ് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാൻ കൃഷിയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഒട്ടിക്കുക. അടുത്ത പേജിൽ ആമുഖമാണ് എഴുതേണ്ടത്. കൂട്ടുകാർ ഇതുപോലെ എഴുതൂ. ആമുഖം കേരളത്തിലെ കാർഷിക സംസ്കൃതിയുടെയും മുൻ തലമുറകളുടെ അനുഭവ സമ്പത്തിന്റെയും നേർക്കാഴ്ചകളാണ് കൃഷി പഴഞ്ചൊല്ലുകൾ. അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളെയും കർഷകന്റെ ജീവിത രീതികളെയും കുറിച്ചുള്ള സവിശേഷമായ പ്രയോഗങ്ങളാണ് കൃഷി ശൈലികൾ. പ്രകൃതിയെയും കാലാവസ്ഥയെയും നിരീക്ഷിച്ച് രൂപപ്പെടുത്തിയ ഇത്തരം ചില പ്രധാന പഴഞ്ചൊല്ലുകളും ശൈലികളും കടങ്കഥകളും ഉൾപ്പെടുത്തിയാണ് ഈ കൃഷി പതിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പതിപ്പിലൂടെ കാർഷിക സംസ്കാരത്തെയും കർഷകന്റെ ദൈന്യതയെയും നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. കലപ്പയും ഞാറുനടിയിലും കൊയ്ത്തുമെല്ലാം വെറും ഓർമ്മകളായി മാറാതെ വരും തലമുറയ്ക്കും മണ്ണിന്റെ ഗന്ധം പകർന്നു നൽകാൻ ഈ ശ്രമം ഉപകരിക്കട്ടെ. അടുത്ത പേജിൽ ഇതുപോലെ ഉള്ളടക്കം എഴുതൂ. അടുത്ത പേജിൽ കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ എഴുതാം. ഇനി ശൈലികളും അർത്ഥങ്ങളും എന്ന് തലക്കെട്ട് നൽകി ഇതുപോലെ എഴുതൂ. അടുത്തതായി കടങ്കഥകൾ എന്ന് തലക്കെട്ട് നൽകി ഇതുപോലെ എഴുതൂ. ചിത്രങ്ങൾ എന്ന ഈ ഭാഗം നിർബന്ധമില്ല. ആവശ്യമുള്ളവർ മാത്രം ഇത് പതിപ്പിൽ ഉൾപ്പെടുത്തിയാൽ മതി. ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.
ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.